നമസ്കാരം, എല്ലാ കുട്ടികളും ഗ്രീസറാണ്. 18 മാർക്ക് വേണ്ടവരുണ്ട്, 36 മാർക്ക് വേണ്ടവരുണ്ട്. 36 ഡബിൾ പാസ് മാർക്ക് വേണ്ടി നമ്മൾ നോക്കിയാൽ മതി. 36 മാർക്ക് വേണ്ടവരുണ്ട്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓരോ ചാപ്റ്ററിൽ നാം പറയുന്ന വളരെ കുറച്ച് ഒരു ദിവസം വേണ്ട, ഒരു ദിവസം അല്ല, ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അന്നേരം ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം 18 മാർക്ക് അല്ല 36 മാർക്ക് വരെ ഈസി ആയിട്ട് കിട്ടും. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അന്നേരം ഓരോ ചാപ്റ്ററിലേക്ക് നമുക്ക് കടന്നു പോകാം. അന്നേരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ പരീക്ഷ ആയതുകൊണ്ട് സമയമില്ല. ഇതെല്ലാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അതിനകത്ത് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇപ്പം 2 ചോദ്യങ്ങളായി അതിനകത്തൊന്നും. രണ്ടാമത്തെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനകത്തൊന്നും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടത് ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. V = U + CT, S = UT + ½ t², V² = U² + 2s. അതിൻ്റെ എല്ലാം ഡെറിവേഷൻ പഠിക്കണം. S = UT + ½ t² ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. മോഷന്റെ പ്ലെയിനകത്തുനിന്ന് പ്രൊജക്ടൈൽസ്, മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഡെറിവേഷൻ നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ലോസ് ഓഫ് മോഷനകത്ത് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് പോവുക. റീകോയിൽ ഓഫ് എ ഗൺ പഠിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും ബാങ്കിങ് ഓഫ് റോഡ്സും പഠിക്കുക. 5ാമത്തിനകത്ത് വർക്ക് എനർജി പവർ പഠിക്കുക. വർക്ക് എനർജി തിയറം, വർക്ക് എനർജി പവർ അല്ല, വർക്ക് എനർജി തിയറം പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് പഠിക്കുക. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും 7ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ഗ്രാവിറ്റേഷനകത്തുനിന്ന് പഠിക്കുക. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. ഇനി സോളിഡ്സിനകത്തുനിന്ന് ഹുക്സ് ലോ പഠിക്കുക. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിക്കുക. ഫ്ലൂയിഡ്സിനകത്തുനിന്ന് ബെർണോളിസ് തിയറം, ടെർമിനൽ വെലോസിറ്റി, ക്യാപിലാരിറ്റി, പാസ്കൽസ് ലോ നിർബന്ധമായിട്ടും പഠിക്കുക. തെർമോഡൈനമിക്സും തെർമൽ പ്രോപ്പർട്ടീസും അങ്ങനെയുള്ള 3 ചാപ്റ്ററിൽ നിങ്ങൾ കാർനോട്ട് സൈക്കിൾ പഠിക്കുക നിർബന്ധമായിട്ടും. മീൻ ഫ്രീ പാത്തിന്റെ ഡെറിവേഷൻ പഠിക്കുക. പ്രഷർ എക്സൈറ്റഡ് ബൈ എ ഗ്യാസ് പഠിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ പഠിക്കുക. വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ച്. ഓസിലേഷനകത്തുനിന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യുന്നത്, ലോഡഡ് സ്പ്രിങ്ങിന്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യുന്നത്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, റെസണൻസ് എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. വേവ്സിനകത്തുനിന്ന് പഠിക്കേണ്ടത് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്റ്റാൻഡിങ് വേവ്സ്, സ്റ്റേഷനറി വേവ്സ്, ലാപ്ലേസ് കറക്ഷൻ. ഇത്രയും മാർക്ക് നിങ്ങൾ മേടിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 36 മാർക്ക് ഡബിൾ പാസ് മാർക്ക് ഉറപ്പിക്കാം. 18 അല്ല, 36 മാർക്ക് ഉറപ്പിക്കാം. അന്നേരം ഈ വീഡിയോ കണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എടുത്തിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 36 മാർക്ക് ഉറപ്പിച്ച് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാം ബെറ്റാണ്. മാഷ് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അന്നേരം പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. സമയം കളയരുത്. നെവർ എവർ ഗിവ് അപ്പ്.